ബാക്ക് ടു ചാനൽ. എൻ്റെ പേര് അശ്വതി. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്കിൻ കെയർ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്കിൻ കെയർ സംഭവങ്ങളൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പുറത്തേക്കൊന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഫേസൊക്കെ ഒന്ന് ഡള്ളായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്നാണ് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഫേസിന് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിത് എല്ലാം പരീക്ഷിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിംപ്ലസ്റ്റ് ആയിട്ടൊരു സാധനമാണ്. എനിക്ക് മേക്കപ്പിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ സ്കിൻ കെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ എനിക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഫേസ് പാക്ക് വല്ലാണ്ട് ഇടുക അതൊന്നുമല്ല നമ്മുടെ സംഭവം, സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഒരു മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. ചെറിയൊരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, വളരെ ലൈറ്റായിട്ടുള്ള ലിപ്സ്റ്റിക്ക്, അല്ലാതെ ഫേസിലൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതിനകത്തുനിന്ന് എനിക്കിഷ്ടമുള്ള ഒരു സ്കിൻ കെയർ ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇച്ചിരി വേർക്കുന്നുണ്ട്, ഇവിടെ ഫാൻ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് ഇഗ്നോർ ചെയ്യുക. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഐസാണ്. അപ്പോൾ നിങ്ങൾ ഫുള്ള് കുറേ സെലിബ്രിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഐസ് ഇങ്ങനെ ഒരു വെള്ളപ്പാത്രത്തിലെടുത്തിട്ട് അതിങ്ങനെ മുക്കുക, അത് കുറച്ച് ചടങ്ങാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐസ് എടുക്കും, ഒരു 5-6 ഐസ് എടുത്തിട്ട് ഇവിടെ ഇപ്പോൾ കാണിക്കാനായിട്ട് ഞാൻ ഐസൊന്നും എടുത്ത് വെച്ചിട്ടില്ല, ഞാൻ കാണിച്ചു തന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഒരു 5-6 ഐസ് എടുക്കാം. എന്നിട്ട് ഒരു ഇപ്പം മുഖം തോർത്തുന്ന ആ ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു ടവലോ അല്ലെങ്കിൽ പഴയ ഒരു ബനിയനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബനിയൻ, കഴുകാട്ടാണ് ബനിയൻ അല്ലാണ്ട് നല്ലൊരു ബനിയൻ എടുക്കുക, അതിനകത്ത് എടുക്കുക. എന്നിട്ട് ഫേസ് മൊത്തം ഇങ്ങനെ അത്യാവശ്യം ഫേസ് ഒന്ന് കവറാവുന്ന രീതിയിൽ, ഇത്രയെങ്കിലും കവറാവുന്ന രീതിയിൽ ഐസ് ഉണ്ടാവണം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ചേരം ഇങ്ങനെ ഫുള്ള് വയ്ക്കുക. ഫുള്ള് വെച്ചിട്ട് അത് നിങ്ങൾ സാധാരണ ഒരു വെള്ളമെടുത്തിൽ മുഖം കഴുകുക, പിന്നെ ഒരു 3-4 പ്രാവശ്യം ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. ആൻഡ് അതെന്താണെന്ന് പറയുന്നത് നമ്മുടെ പോസ് എല്ലാം ടൈറ്റനായിട്ട് നമ്മൾക്ക് നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ അടിപൊളിയാവുകയാണ് ചെയ്യുന്നത് ആ ഒരു ഐസിൻ്റെ സംഭവം. ഇപ്പോൾ രാവിലെ നമ്മൾ ചെയ്യുന്നത് ഭയങ്കര സംഭവമാണ്, ഭയങ്കര നല്ലതാണെന്നൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ നമ്മളുടെ എവിടെയെങ്കിലും പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്, പെട്ടെന്നൊന്നും ഫേസ് ഒന്ന് ഡള്ളായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതല്ലാണ് കേട്ടോ. ഇപ്പം എൻ്റെ ഫേസ് അത്ര ഡള്ളല്ല, കാരണം ഞാനിപ്പോൾ അത് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഫസ്റ്റ് സംഭവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, കാരണം ഈസിലി അവൈലബിൾ ആണ്. നമ്മുടെ വീട്ടിലെല്ലായിടത്തും ഫ്രിഡ്ജൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഐസൊക്കെ ഇട്ട് വയ്ക്കും സാധാരണയാണ്. അപ്പോൾ അതാണ് ഇവിടെ ഫസ്റ്റത്തെ കാര്യം. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് അതൊരു കുറച്ച് പാടൊന്നുമല്ല, എല്ലാവരുടെ വീട്ടിലും കടലമാവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കടലമാവ് നമ്മൾ ഫേസ് പാക്ക് ഇട്ട് വയ്ക്കാനല്ല, ഇപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു വെള്ളം ഒതുക്കി വയ്ക്കണം അത്രയും വേണമെങ്കിൽ കുറച്ചൊന്ന് ലൂസായിട്ട് എടുക്കാറുണ്ട്. അത് വെച്ചിട്ട് മുഖം ഫുള്ള് സ്ക്രബ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ എൻ്റെ പോലെ കോമ്പിനേഷൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കുറച്ച് ഇപ്പോൾ 1 സ്പൂൺ കടലമാവ് അടിക്കണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുൾട്ടാണി മിട്ടിയില്ലേ അത് ആഡ് ചെയ്യുക. എന്നിട്ട് അതും ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ റബ്ബ് ചെയ്യുക, വാഷ് ഓഫ് ചെയ്യുക. പിന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഫ്രഷ് ലുക്കായിരിക്കും അപ്പോൾ കിട്ടുക. എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, ഞാൻ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് മുന്നേ നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഈ നീം ലീവ്സിൽ ആര്യവേപ്പിലാണ്. അപ്പോൾ ഞാനത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണത് ഇരിക്കുന്നുണ്ടാവുമെന്ന്. ഞാൻ ഈ ഐസ്ക്രീമിൻ്റെ ഡബ്ബയിൽ ഇതാണ് നമ്മുടെ ആര്യവേപ്പിലയുടെ പൊടി. ഇത് ആര്യവേപ്പിലയുടെ പൊടിയാണിത്. അപ്പോൾ ഇതെന്ന് പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഒരു എന്താ പറയുക കുറച്ച് ആര്യവേപ്പില എടുത്തിട്ട് തണലത്തിട്ട് നമ്മളിങ്ങനെ ഉണക്കും. തണലത്തിട്ട് ഇങ്ങനെ ഉണക്കിയിട്ട് നമ്മളത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. അത് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സാധനം പൊടിച്ച് വെച്ചിട്ട് ഒരു 4-5 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഇത് ഉപയോഗിക്കാൻ എടുത്തത് സീരിയസ്ലി ഞാനൊരു നമ്മുടെ ഇൻസ്റ്റഗ്രാമില്ല യൂട്യൂബിലെ കാര്യം പറയാം. യൂട്യൂബിൽ നമ്മൾ ഒരു ഡോക്ടർ സീതാന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറിൻ്റെ വീഡിയോ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാർക്ക് സ്പോട്ട്സൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഈ ആര്യവേപ്പിൻ്റെ ഇലയും പൊടിച്ചതും പിന്നെ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് എവിടെയാണോ വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് എത്രയോ മണിക്കൂറുകൾ, ഹാഫ് ആൻ അവർ ആണെന്ന് തോന്നുന്നു, അത്രയും കഴിഞ്ഞിട്ട് നമ്മളത് വാഷ് ഓഫ് ചെയ്യുക. കടലമാവും അല്ലെങ്കിൽ പയറുപൊടിയൊക്കെ വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറുത്ത പാടുകൾ മാറുന്നത് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര നല്ല ഒരു കാര്യമാണ്. കാരണം ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ ഫേസിലും അണ്ടർ ആംസിലും ചെയ്യാറുണ്ട്. പിന്നെ ചിലർക്ക് ഇങ്ങനെ മുട്ടുകയിൽ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും, പക്ഷേ എനിക്കങ്ങനെ മുട്ടുകയിലാണ് കറുത്ത പാടുകളൊന്നുമില്ല.
അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സംഭവം ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം പിടിച്ച് വെക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഞാനൊരു 1-1.5 കൊല്ലമായിട്ടുണ്ടാവും. ഈ നമ്മുടെ ലോക്ക്ഡൗൺ സ്റ്റാർട്ടിങ്ങില്ലേ അതിന് മുന്നേതാണ്, ലോക്ക്ഡൗൺ അല്ല കൊറോണ സ്റ്റാർട്ടിങ് എന്ന് പറയണം, കൊറോണ സ്റ്റാർട്ടിങ്ങില്ല അതിന് മുന്നേ ആയിട്ടാണ് ഞാൻ ഈ സംഭവം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ വെച്ചിട്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഗ്ലോക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം ഇതൊന്നുമല്ല. ഇതെടുക്കുക, കുറച്ച് നിങ്ങളുടെ നോർമലായിട്ടുള്ള, ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് സ്ക്രബ്ബ് നല്ല ഹെവി സ്ക്രബായിരിക്കും, അത്യാവശ്യം ഒരു 3-4 ദിവസം കൂടുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ക്രബായിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുക. ഫേസ് വാഷ് അല്ലെങ്കിൽ സ്ക്രബ് ഉണ്ടാവുമല്ലോ അത്. അപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം എന്താ പറയുക, ഒരു 3-4 ദിവസം കൂടുമ്പോൾ മാത്രമേ ഞാനിങ്ങനെ സ്ക്രബൊക്കെ ചെയ്യാറുള്ളൂ, അല്ലാതെ ഫേസ് വാഷ് മാത്രമാണ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊടി ഒരു സ്പൂൺ എടുക്കുക. എന്നിട്ട് നമ്മൾ എത്രയാണോ അത്യാവശ്യം നിങ്ങളുടെ ഫേസ് വാഷിനും നിങ്ങളുടെ ഫേസും നെക്കും കൂടെ വാഷ് ചെയ്യാനായിട്ട് എത്രയാണ് നിങ്ങൾക്ക് എമൗണ്ട്, അത്രയും ഒരു കയ്യിലെടുക്കാണ്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം മുന്നാക്കുക, പിന്നെ ഫുള്ളൊന്നിങ്ങനെ ഫുൾ മസാജ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാധാരണ സ്ക്രബ് ചെയ്യണ പോലെയല്ല, നല്ല പോലെ കുറേ തരിക്കലുണ്ടാവും, കുഞ്ഞു ഗ്രാനുവൽസ് മാത്രമല്ല കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. ഇങ്ങനെയിട്ട് ഉരക്കരുത്. ഇങ്ങനെയിട്ട് ഉരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം വരാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിൽ റെഡ്നെസ് വരും. പിന്നെ നമ്മൾ വെയിലത്താണ് പുറത്ത് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക കുഞ്ഞു കുരുകൾ വന്നിട്ട് പൊന്തും. എനിക്ക് അങ്ങനെ വരാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്തെങ്കിലും എൻ്റെ നോർമൽ ഫേസ് സ്ക്രബ് ഇട്ടിട്ട് ഞാനിങ്ങനെ ആക്കുമ്പോൾ തന്നെ നെറ്റിയുടെ ഈ ഭാഗത്തൊക്കെ കുറച്ച് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഓരോരുത്തരുടെ സ്കിൻ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയിട്ട് ചെറിയ ജെന്റിലായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്നൊരു ഗ്ലോ കിട്ടും. അത് എന്താ പറയുക, നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം വേഗം റിമൂവായി, പിന്നെ കുറച്ച് നമ്മുടെ മുഖത്ത് വന്നിരിക്കണ ഓയിലും കാര്യങ്ങളും സെബം എല്ലാം തന്നെ ഇങ്ങനെ പോയി കഴിയുമ്പം പെട്ടെന്നൊരു ഇത് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ എടുത്തെടുത്ത് ഒന്ന് കാണിക്കാൻ എനിക്ക് എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊക്കെ, വെറുതെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സംഭവങ്ങൾ ഏതാണ് നിങ്ങൾക്ക് വർക്കായതെന്നൊക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.